ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിനിയോറ. തുടക്കം വിസ്മയ മോഹൻലാൽസ് തുടക്കം. നമ്മുടെ ലാലേട്ടൻ്റെ മകള് വിസ്മയ ആദ്യമായിട്ട് നായികയായി അഭിനയിച്ച സിനിമ. ലാലേട്ടൻ്റെ മകൾക്കൊരു സിനിമ അഭിനയിക്കണം എന്ന് പറഞ്ഞുതരാം. മലയാള സിനിമയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടെക്നീഷ്യൻസും എല്ലാവരും വന്ന് ഒന്നിച്ചങ്ങ് വർക്ക് ചെയ്തിരിക്കുക. അതായത് ഈ പടത്തിൻ്റെ ഡയറക്ടർ, ഇൻഡസ്ട്രിയൽ ഹിറ്റ് മേക്കർ ഡയറക്ടർ ജൂഡ് ആൻ്റണിയുടെ പടം, അതുപോലെ ഇതിൻ്റെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കാനാണെങ്കിൽ എഡിറ്റിംഗ് ചമ്മൻ ചാക്കോ, നമ്മുടെ സിനിമാറ്റോഗ്രാഫി ജോമോൻ ടി ജോൺ, മ്യൂസിക് ജേക്സ് ബിജോയ്, ഫൈറ്റ് കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് സ്റ്റെൻ സിൽവ. അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ടെക്നീഷ്യൻസ് വന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ക്വാളിറ്റി ഈ പടത്തിന് ബേസിക്കലി ഉണ്ട്, ത്രൂ ഔട്ട് ഉണ്ട്. ഞാൻ പറയുന്നത് വിഷ്വലി കണ്ടിരിക്കാൻ എല്ലാവരും ആ ഒരു ക്വാളിറ്റി ഓഫ് മേക്കിംഗ് ഈ പടത്തിലുടനീളം ഉണ്ട്. ഇനി തിരക്കഥയിലേക്ക് വരാനാണെങ്കിൽ നമ്മൾ കണ്ടുമടുത്തിട്ടുള്ള ഒരു കഥാസാഹചര്യം, കുറേ സിനിമകൾ ഇപ്പോൾ ഈ ത്രൂ ഔട്ടായിട്ട് വന്നിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് ഈ പടത്തിലുള്ളത്. പക്ഷേ ഫസ്റ്റ് ഹാഫിൽ ടു ബി സ്വെയർ സത്യം പറയാനാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ ജൂഡ് എൻഗേജിങ് ആയിട്ട് ഒരു പരിപാടി, അതായത് ടെൻഷൻ ബിൽഡിങ് മൊമെൻറ്റും അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ട്രാക്ക്, അത് നല്ല കൃത്യമായിട്ട് നമ്മൾ എൻഗേജ് ചെയ്യുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ഹാഫ് തുടങ്ങി പടം നല്ല വലിച്ചിൽ ഇഴഞ്ഞ് പോകുന്ന പോലെയാണ് തോന്നിയത്. അതായത് ഒരു വേറെ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു, പക്ഷേ അത് എവിടേക്കോ ട്രാക്ക് മിസ്സായി. പിന്നെ ഒരു ആശ്വാസം തന്നത് ലാലേട്ടൻ വന്ന ഒരു സീനാണ്. അത് ലാലേട്ടൻ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാം, പോസ്റ്ററിലെല്ലാം കണ്ടിട്ടുണ്ടാവും. ലാലേട്ടൻ വന്ന ഒരു സീൻ കുഴപ്പമുണ്ടായിട്ടാ. ലാലേട്ടൻ്റെ ഡയലോഗ് ഡെലിവറി കാര്യങ്ങളൊക്കെ ഓക്കെ ആയി വന്നു. പിന്നെ ക്ലൈമാക്സിൽ എത്തുമ്പം ഒരു മിഡ് ലെവൽ, ഒരു ആവറേജ് എന്നുള്ള രീതിയിൽ അവസാനിച്ചു. ലൈക്ക് ഒരു പ്രകടനത്തിനെ പറ്റി പറയാനാണെങ്കിൽ വിസ്മയ മോഹൻലാൽ ഫസ്റ്റ് പടം എന്നുള്ള രീതിയിൽ വലിയ സംഭവമൊന്നുമില്ല. ലൈക്ക് അവരുടെ ആക്ടിങ്ങും ഡയലോഗ് ഡെലിവറിയും ഒരുമാതിരി ഇങ്ങനെ ഡയലോഗ് പറയുന്ന പോലെയാണ് അവർ ത്രൂ ഔട്ട് പടത്തിലുണ്ടായത്. കുഴപ്പമില്ല, ഒരു ആവറേജ് എന്നില്ല, തുടക്കക്കാരി എന്നുള്ള നിലയിൽ ഓക്കെ. ബേസിക്കലി പറയുകയാണെങ്കിൽ ഒരു ആവറേജ്. ലൈക്ക് പിന്നെ ഈ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, കാസ്റ്റിങ്ങിലായാലും ആ റിച്ച്നെസ് കാണാം. ചെറിയ റോളുകൾ വരെ ചെയ്യാൻ വേണ്ടിയിട്ട് മോളിവുഡിൽ അവൈലബിൾ ആയിട്ടുള്ള നല്ല നല്ല നടന്മാർ വന്ന് അഭിനയിച്ചിട്ടുണ്ട്. അല്ല ലാലേട്ടനോടും ആൻ്റണി പെരുമ്പാവൂരിനോടുള്ള ബന്ധം തന്നെയായിരിക്കും. പിന്നെ മൊത്തത്തിൽ പടത്തിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു മിഡ് പടം, ഒരു ആവറേജ് ടു ബിലോ ആവറേജ് അല്ല, ഒരു ആവറേജ് ലെവലിൽ നിൽക്കുന്ന ഒരു ത്രില്ലർ പടം. ആക്ഷൻ പരിപാടികളുണ്ട്, അത് വിസ്മയ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ പറയാനാണെങ്കിൽ നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി ഫാമിലിയൊക്കെ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ മോളല്ലേ എന്നുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് ഫാമിലി ഓഡിയൻസിനൊക്കെ ഉണ്ടാവും. ലൈക്ക് മൊത്തത്തിൽ പറയാനാണെങ്കിൽ ഒരു ഓക്കെ വാച്ചബിൾ പടം എന്നുള്ള രീതിയിൽ പറയാം. നിങ്ങൾ എന്തായാലും പടം കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യും. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, താങ്ക് യു.